സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഒക്ടോബർ 11 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കപ്പൽ യാത്രയ്ക്കിടെ യുവാവിനെ കാണാതായതായി പരാതി. കാസർഗോഡ് സ്വദേശിയായ യുവാവിനെയാണ് ചൈനയിൽ കപ്പൽ യാത്രയ്ക്കിടെ കാണാതായത്. കള്ളാർ സ്വദേശിയായ ആൽബർട്ട് ആന്റണിയെ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു. മാലക്കല്ല് സ്വദേശിയായ യുവാവിനെ ചൈനയിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ കാണാതായി. മാലക്കൽ അഞ്ചാലയിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുഞ്ചറക്കാട്ട് KM ആന്റണിയുടെയും പനത്തടി സർവീസ് സഹകരണ ബാങ്ക് മാനേജർ MV ബീനയുടെയും മകൻ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത്. സിനർജി മാരിടൈം ഗ്രൂപ്പിന്റെ MV ട്രൂ കോൺറാഡ് ചരക്ക് കപ്പലിലെ ട്രെയിനിങ് കാഡറ്റാണ് ആൽബർട്ട്. ചൈനയിൽ നിന്നും ബ്രസീലിലേക്ക് ചരക്കെടുക്കാനായി പോവുകയായിരുന്ന കപ്പലിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ 11ഓടെ കൊളംബോയിൽ നിന്നും 300 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആൽബർട്ടിനെ കാണാതാകുന്നത്. അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഇതേ കമ്പനിയിലെ കാസർഗോഡ് സ്വദേശിയായ ജീവനക്കാരനാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചത്. ഒക്ടോബർ മാസം 3-ാം തീയതി ഒരു വൈകുന്നേരം ഒരു 8 മണിയായിരുന്നു. 8 മണി അതിനൊന്നും വിളിച്ചിട്ടില്ല. സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കുന്നത് സാധാരണ. ഇത് കഴിഞ്ഞിട്ട് 4-ാം തീയതി വിളിച്ചിട്ടില്ല. 4-ാം തീയതി ഞങ്ങൾ 7 മണി വരെ ഞങ്ങൾ കോള് കാത്തിരിക്കുകയാണ്. പക്ഷെ വിളി വന്നില്ല. എന്നെ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു കോൾ എനിക്ക് വന്നു. ട്രൂ കോളർ നോക്കുമ്പോൾ ഒരു സഞ്ജയ് നായിക്കുന്ന പേര് കാണുന്നത്. സിനർജി ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു സ്റ്റാഫാണെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട് അങ്ങനെ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നാളെ അങ്ങോട്ട് വരുന്നുണ്ടോ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് 2 പേര് വരുന്നുണ്ട്. അങ്ങനെ അവർ രാത്രി വന്ന് ഇവരിപ്പം പറയുന്നത് പുറത്തു പോകാനുള്ള സാധ്യത, വീഴാനുള്ള സാധ്യത ഇല്ലെന്നാണ് അവർ പറയുന്നത്. കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഫുള്ള് സെർച്ച് ചെയ്ത് ആളുകൾ 4 പ്രാവശ്യം ഫുള്ള് സെർച്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. അവർ കണ്ടെത്തിയിട്ടില്ല. പിന്നെ പുറത്തേക്ക് വീഴാനുള്ള സാധ്യത തീരെ കുറവാണ്. പോസിബിലിറ്റി കാരണം ഫുള്ള് സറൗണ്ടിങ് ഫുള്ള് റെയിലുണ്ട്. ഓൾമോസ്റ്റ് 1 മീറ്ററിന്റെ ഹൈറ്റില് റെയിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് സ്ലിപ്പായിട്ട് പോകാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടൊക്കെ അതും റെയർ ചാൻസ് ആണ്. സംഭവ സ്ഥലത്ത് നിന്ന് 3 കപ്പലുകൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. വിവരമറിഞ്ഞ് സഹോദരൻ അബി ദുബായിൽ നിന്നും നാട്ടിലെത്തി. മറ്റൊരു സഹോദരൻ അമൽ കാനഡയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. വലയിൽ വീഴരുത്. സൈബർ തട്ടിപ്പിനെതിരായ ന്യൂസ് 18 പരമ്പര തുടരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ തട്ടിപ്പ് കേസ് കോഴിക്കോട് സ്വദേശി രാധാകൃഷ്ണൻ്റേത് ആയിരുന്നു. സുഹൃത്ത് എന്ന വ്യാജേനയുള്ള വാട്സപ്പ് വീഡിയോ കോളിലൂടെ രാധാകൃഷ്ണന് 40,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. നഷ്ടമായ പണം രാധാകൃഷ്ണന് തിരികെ ലഭിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈ 9-നാണ് കോൾ ഇന്ത്യ ലിമിറ്റഡിലെ റിട്ടയർഡ് സീനിയർ മാനേജരും കോഴിക്കോട് പാലാഴി സ്വദേശിയുമായ PS രാധാകൃഷ്ണന് സുഹൃത്തിൻ്റെതെന്ന പേരിൽ ഫോൺ വിളി എത്തിയത്. മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയുടെ സഹോദരിക്ക് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി പണം ആവശ്യമുണ്ട്. മുംബൈയിലെത്തിയാൽ ഉടൻ തിരികെ നൽകാം. കോളെത്തിയത് അപരിചിത നമ്പറിൽ നിന്നായതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ സംശയം പ്രകടിപ്പിച്ചു. ഉടൻ സുഹൃത്തിന്റെ മുഖം വീഡിയോ കോളിലെത്തി. സുഹൃത്തിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ താൻ പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി. രാധാകൃഷ്ണൻ വി ആർ നോട്ട് ഇൻ ടച്ച് ഫോർ എ ലോങ് ടൈം. ഇപ്പം നിങ്ങൾ എന്ത് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചതെന്നുള്ള മറ്റുള്ള ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഇപ്പോൾ നമ്മളോട് ഒരു 5 മിനിറ്റ് മുമ്പ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, സംസാരിക്കുക മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാനൊരു 40,000 ട്രാൻസ്ഫർ ചെയ്തു. ആളാകെ കൂടെ പരിഭ്രമിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പൈസ ആവശ്യപ്പെടില്ല, എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ഞാനിപ്പോൾ എയർപോർട്ടിലാണ്, ഇപ്പോൾ ബോർഡിങ്ങിന് വെയിറ്റിങ്ങിലാണ്, അതുകൊണ്ട് ഞാൻ വൈകിട്ട് തിരിച്ചു വിളിക്കാം, നമുക്കപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ ശരിക്കും ഒരു സ്കാമിന്റെ ഇരയായി കഴിഞ്ഞു എന്നുള്ള കാര്യം. രാധാകൃഷ്ണന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച സൈബർ പോലീസ് തട്ടിയെടുത്ത പണം ഗുജറാത്തിലുള്ള കൗശൽ ഷായുടെ അക്കൗണ്ടിലേക്കും തുടർന്ന് ഗോവ ആസ്ഥാനമായ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കുമാണ് പോയതെന്ന് കണ്ടെത്തി. ഗുജറാത്തും ഗോവയും കേന്ദ്രീകരിച്ച് ആഴ്ചകളോളം നടത്തിയ അന്വേഷണത്തിൽ കൗശൽ ഷായുടെ കൂട്ടാളി ഷെയ്ഖ് മുർസു അറസ്റ്റിലായി. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര സ്വദേശികളായ സിദ്ധേഷ് ആനന്ദ് കാർവെ, അമരീഷ് അശോക് പാട്ടീൽ എന്നിവരെയും പിടികൂടി.
മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, ATM കാർഡുകൾ, ബാങ്ക് ചെക്ക് ബുക്കുകൾ എന്നിവയുടെ വൻ ശേഖരം പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മറ്റൊരു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന മുഖ്യ ആസൂത്രകൻ കൗശൽ ഷായെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ നുഴഞ്ഞുകയറിയും ഫേസ്ബുക്കിൽ പരതിയുമാണ് ഇരകളാക്കാനൊരുങ്ങുന്നവരുടെ വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പുകാർ ശേഖരിച്ചത്. കുശല പ്രശ്നങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞ് വിശ്വാസ്യത നേടിയ ശേഷമാണ് പണം ആവശ്യപ്പെടുക. നിരവധി സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള കോളുകൾ ലഭിച്ചിട്ടുണ്ട്. തന്റെ പേരിലും സുഹൃത്തിന് കോൾ ലഭിച്ചതായി രാധാകൃഷ്ണൻ പറയുന്നു. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പൂനെയിൽ നിന്ന് വിളിച്ചു. അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ സ്റ്റോറി വാട്സപ്പിൽ കണ്ടതിന് ശേഷമാണ് പുള്ളി എന്നോട് പറഞ്ഞത്, എനിക്ക് ഇന്നലെ നിങ്ങളുടെ കോള് വന്നിരുന്നു, രാധാകൃഷ്ണനാണ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക്. എന്നിട്ട് എൻ്റെ ഫാമിലി ഡീറ്റെയിൽസും ഇതിപ്പോൾ വേണുകുമാർ എനിക്ക് ചെയ്യുന്ന എൻ്റെ വാട്സപ്പിൽ കംപ്ലീറ്റ് അവരുടെ ഫോട്ടോ, അതായത് നമ്മളുടെ ആ കോൺഫിഡൻസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതുപോലെ തന്നെ എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് അയാൾക്ക് കോള് പോയിട്ടുണ്ടായിരുന്നു. തട്ടിപ്പിലൂടെ നഷ്ടമായ പണം 6 മാസത്തിനു ശേഷം രാധാകൃഷ്ണന് മടക്കി ലഭിച്ചു. കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ന്യൂസ് 18 കോഴിക്കോട്. കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. കായംകുളം ടൗൺ ഹാളിൽ നടന്ന യോഗം ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KK നൌഷാദ് അധ്യക്ഷനായിരുന്നു. മർക്കസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം ചിറയൻകീഴ് ഭിന്നശേഷിക്കാർക്ക് നൽകാൻ വാങ്ങിയ ട്രൈ സ്കൂട്ടറുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി നശിക്കാൻ കാരണം. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് നൽകാനായി വാങ്ങിയ ട്രൈ സ്കൂട്ടറുകളാണിത്. പാർക്കിംഗ് ഏരിയയിലെ ഒരു കോണിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന ഇവ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ട്രൈ സ്കൂട്ടറിന്റെ പുറത്ത് വാട്ടർ ടാങ്കുകളും ഒടിഞ്ഞ കസേരകളും ഇടം പിടിച്ചിരിക്കുന്നു. പഞ്ചായത്ത് നൽകിയ ലിസ്റ്റ് പ്രകാരം 3 ഗുണഭോക്താക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ലിസ്റ്റിലുണ്ടായിരുന്ന അംഗപരിമിതർക്ക് പഞ്ചായത്ത് യഥാസമയം വിതരണം ചെയ്തിട്ടുമില്ല. അതേസമയം അവർക്ക് വേറെ കേന്ദ്രങ്ങളിൽ നിന്നും ട്രൈ സ്കൂട്ടറുകൾ ലഭിക്കുകയും ചെയ്തു. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ മറ്റൊരു ഗുണഭോക്താവിന് നൽകാനോ അധികൃതർ ശ്രമിച്ചില്ല. പഞ്ചായത്തിന്റെ കടുത്ത അനാസ്ഥയാണ് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി തുരുമ്പെടുത്ത് നശിക്കുന്നത്. ന്യൂസ് 18 ചിറയൻകീഴ്. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണം. തേയിലത്തോട്ടത്തിൽ ജോലിക്ക് എത്തിയ വാൽപ്പാറ സ്വദേശി രാജേശ്വരിക്ക് ആണ് അപകടമുണ്ടാകുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത്. മയിലാടുംപാറ ഭാഗത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. തിരുവനന്തപുരം മുട്ടപ്പലത്തെ പഞ്ചായത്ത് കുളം നാശത്തിന്റെ വക്കിൽ. നെൽകൃഷിക്ക് പാടങ്ങളിൽ ജലം എത്തിക്കുന്നതിന് വേണ്ടിയാണ് കുളം നിർമ്മിച്ചത്. കുളം സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തിരുവനന്തപുരം വർക്കല മുട്ടപ്പലം പാടശേഖരത്തിലെ ഈ കുളത്തിന് 40 വർഷത്തിനു മേൽ പഴക്കമുണ്ട്. കാടുമൂടിയും ഭിത്തികൾ തകർന്നും നശിച്ച ഈ കുളം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി മാറി. ഇപ്പോഴ് അതിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ കുളം വളരെ ദയനീയമായി കിടക്കുന്നു. കുളത്തിന്റെ 4 വശവും കാട് പിടിക്കുകയും സാമൂഹിക വിരുദ്ധരുടെ ശല്യവും, അതുപോലെ തന്നെ തോട്ടിൽ നിന്ന് അത് എത്രയെങ്കിലും പ്രാവശ്യം അധികാരികളോട് പറയുകയും ഞാൻ തന്നെ പല പ്രാവശ്യവും അത് കേസ് കൊടുക്കുകയും സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം വന്ന് ആ തോട്ടിൽ നിൽക്കുകയും തോട്ടിന്ന് കുറുകെ പൊട്ടി, തോട്ടുവരമ്പ് കുറുകെ പൊട്ടി കുളത്തിലിറങ്ങുകയും അങ്ങനെ കുളം നികന്നു പോവുകയുമാണ് ഇപ്പോഴും കിടക്കുന്ന അവസ്ഥ. വേനൽക്കാലത്ത് പാടങ്ങളിൽ നെൽകൃഷിക്ക് ജലമെത്തിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് കുളം നിർമ്മിച്ചത്. നെൽകൃഷി ഇറക്കാത്തതിനെ തുടർന്ന് അക്കേഷ്യ മരങ്ങൾ വളർന്ന് കാടുമൂടിയ അവസ്ഥയിലാണ്. പന്നികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം വർദ്ധിക്കുന്നതായും പരിസരവാസികൾ പറയുന്നു. കൃഷി ചെയ്യുന്നതിനോ ഒന്നിനും പറ്റാത്ത രൂപത്തില് കുളം കാട് കയറി ഇന്ന് അവിടുത്തെ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം പരിസരത്തൂടെ പോകുന്നവർക്ക് അതിന്റെ വെള്ളത്തിന്റെ ദുർഗന്ധം കാരണം അതുവഴി കടന്നു പോകുന്നതിന് വരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഇഴജന്തുക്കളും മറ്റ് മൃഗങ്ങളും എല്ലാം ചത്ത് വീട് കിടന്ന് അഴുകിത്തുടഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ആ കുളം കാണുന്നത്. ആ കുളം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മെമ്പറായ നാൾ മുതൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഗീത നസീർ മേഡത്തിനെ സ്ഥലം സന്ദർശിക്കുകയും മേഡം നമുക്ക് ആ കുളവുമായി ബന്ധപ്പെട്ട് നവീകരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുളം നവീകരിക്കാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല.
കുളത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പരിസരവാസികൾ നിരവധി തവണ അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവുമില്ല. കുളം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് BJP കർഷക മോർച്ച പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് 18 വർക്കല. ടൂറിസ്റ്റ് ബസിന്റെ കന്നിയാത്ര കാരുണ്യയാത്രയാക്കി പട്ടാമ്പിയിലെ കുഡൂസ് ട്രാവൽസ്. കൊപ്പം അഭയത്തിലെ അന്തേവാസികൾക്കാണ് സൗജന്യ വിനോദയാത്ര സംഘടിപ്പിച്ചത്. പാലക്കാട് 18 വർഷമായി പ്രവർത്തിക്കുന്ന കുഡൂസ് ട്രാവൽസിന്റെ പുതിയ AC ബസിന്റെ കന്നിയോട്ടമാണ് സാന്ത്വനയാത്രയായത്. കൊപ്പം അഭയത്തിലെ അന്തേവാസികൾക്ക് സൗജന്യ വിനോദയാത്രയൊരുക്കിയാണ് ബസ് ഉടമയുടെ വേറിട്ട പ്രവർത്തനം. യാത്രയുടെ ഫ്ളാഗ് ഓഫ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ചാവക്കാട് ബീച്ചിലേക്കാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. 54-ലധികം പേർ ഉല്ലാസയാത്രയുടെ ഭാഗമായി. അന്തേവാസികൾക്കൊപ്പം പള്ളം വായനശാലയിലെ ബാലവേദി കുട്ടികളും പങ്കുചേർന്നു. വർഷങ്ങൾക്ക് ശേഷം കടല് കണ്ടതിന്റെ സന്തോഷത്തിലാണ് 72-കാരനായ ഗണപതി. ഇതുവരെ കടല് കണ്ടിട്ടില്ല. 72 വയസ്സായി. അപ്പോ മണ്ണാർക്കാടാണ് വീട്. കടലും കണ്ട് രുചികരമായ ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെയാണ് അന്തേവാസികൾ മടങ്ങിയത്. ന്യൂസ് 18 കൊപ്പം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ സംഘാംഗമായ SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ ജയസൂര്യയെ 15-ാം തീയതി ചോദ്യം ചെയ്യും. രാവിലെ 10 മണിയോടെയാണ് നടൻ സിദ്ദിഖ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയത്. തുടർന്ന് സിദ്ദിഖിനോട് കൺട്രോൾ റൂമിലേക്ക് എത്താൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് സിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇവിടെ ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖിനോട് ഇവിടേക്ക് എത്താൻ നിർദ്ദേശിച്ചത്. 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു. പരാതിക്കാരി നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ പ്രത്യേകം ചോദ്യാവലിയായി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം എത്തിയത്. മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ സിദ്ദിഖ് ഈ ആരോപണങ്ങൾ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതാണെന്നും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും മർദ്ദിച്ചു, അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ സിദ്ദിഖ് നിഷേധിച്ചു. വളരെ നേരം നടന്ന ചോദ്യം ചെയ്യൽ, ഈ 2.5 മണിക്കൂർ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. സിദ്ദിഖിന്റെ കേസുമായി ബന്ധപ്പെട്ട് 22 വരെ അറസ്റ്റ് പാടില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. സിദ്ദിഖ് ആകട്ടെ താൻ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ സന്നദ്ധനാണ് എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ സന്ദേശം അന്വേഷണ സംഘത്തിന് അയക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനെ വളരെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത്. ചില നിയമസാധ്യതകൾ കൂടി പരിശോധിച്ചാണ് സിദ്ദിഖ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നും വിലയിരുത്തപ്പെടുന്നു. അതായത് ചോദ്യം ചെയ്യൽ 22 വരെ ഉണ്ടായില്ലെങ്കിൽ പിന്നീട് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുകയും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും അറസ്റ്റിന് തടസ്സമില്ലെന്ന് കോടതി പറയുകയും ചെയ്താൽ സ്വാഭാവികമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കസ്റ്റഡിയിൽ സിദ്ദിഖിനെ വിട്ടുകൊടുത്താൽ സിദ്ദിഖ് തുടർന്ന് റിമാൻഡിൽ പോകാനുള്ള സാഹചര്യവും ഒരുങ്ങും. അതുകൊണ്ട് തന്നെയാണ് സ്വമേധയാ ഇങ്ങനെ ചോദ്യം ചെയ്യലിന് തയ്യാറാകാൻ നടൻ തയ്യാറായത്. ഇന്ന് രാവിലെ ചലച്ചിത്രതാരം ബിജു പപ്പൻ സിദ്ദിഖിനൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിർമ്മാതാവ് ചന്ദ്രകുമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സിദ്ദിഖിന്റെ മകനും ഒപ്പമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ സമയത്തും ഇവർ 3 പേരും ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും 12-ന് ഈ മാസം 12-ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി സിദ്ദിഖിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഭർത്താവ് ഷംസുദ്ദീനും മകൻ നബിൽ മുഹമ്മദ് ഷായും പരിക്കുകളോടെ രക്ഷപ്പെട്ടു.